പാലയിൽ കടുത്ത മത്സരമാണെന്നൊക്കെ. അതൊക്കെ വെറുതെ ചുമ്മാ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എത്ര വലിയ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്? ഒരു കടുത്ത മത്സരം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടും. ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇപ്രാവശ്യം മാണി സി കാപ്പൻ. ഞങ്ങൾ കുറച്ചു മുമ്പേ വന്നപ്പോ ഷോൺ ജോർജിന്റെ വലിയ റോഡ് ഷോ ഒക്കെ കണ്ടു. ഒരുപാട് അത് വോട്ടല്ലല്ലോ, ഷോയല്ലേ. ഷോയും വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് അവർക്കെതിരായി നടപടിയെടുത്താൽ ഇപ്പോഴത്തെ മന്ത്രിയുടെയും പഴയ മന്ത്രിയുടെയും പേര് അവർ പറയും. അപ്പൊ അവര് ജയിലിൽ പോ, അത് പേടിച്ചിട്ടാ. ശബരിമല ഒരു വിഷയമാകുന്നുണ്ട്. വിഷയമാണ്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് അതിന്റെ ഫേക്ക് മോൾഡ് ഉണ്ടാക്കി കൊണ്ടുവച്ചത് ജനങ്ങൾ മറക്കോ? പാലയിലെ കർഷകർക്ക് FCRI ഈ ക്രൈസ്തവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കാൻ വേണ്ടി സംഘപരിവാർ സർക്കാർ കൊണ്ടുവന്ന ഏർപ്പാടാ. ഈസ്റ്റർ ആവുമ്പോ, ക്രിസ്മസ് ആവുമ്പോ അരമന കയറി കേക്ക് കൊടുക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് സംഘപരിവാറുകാരെന്ന് ജനങ്ങൾ തിരിച്ചു. എന്നാ പിന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ. ആർക്കെങ്കിലും പങ്കെടു അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയെ മുൻ മന്ത്രിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പാലായിലെ ജനങ്ങളുടെ ആ ഒരു പാലായിലെ റെക്കോർഡ് ഭൂരിപക്ഷം മാണി സി കാപ്പന്. കോട്ടയത്തൊക്കെ തൂത്തുവാരാൻ പോവാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.